ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ എല്ലാവരും രാവിലത്തെ ചായയെല്ലാം കുടിച്ചിട്ട് ഉച്ചക്കത്തെ ചോറിൻ്റെ പരിപാടി നോക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മമ്പയറും നമ്മൾ വൻപയറില്ലേ അതും പിന്നെ ചേമ്പിൻ്റെ കിഴങ്ങും കൂടിയുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ കപ്പിന് വളരെ ചെറിയ കപ്പിന് നിറയെ പിന്നെ മമ്പയർ എടുത്തിട്ടുണ്ട്. ഒരു ചേമ്പിൻ്റെ കിഴങ്ങും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് നമുക്ക് വേവിക്കാനിടാം കുക്കറിൽ. അപ്പോൾ മമ്പയർ നല്ല വൃത്തി കഴുകിയിട്ട് അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് നന്നായി നല്ല പൊടിയെല്ലാം ഉണ്ടായിന്. അപ്പോൾ ഞാൻ ഇത് കുക്കറിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അരമണിക്കൂർ സമയം വെള്ളത്തിലിട്ടാലും ഇങ്ങനെ കുതിർന്ന് വരും. ആ രീതിക്കും പിന്നെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. കാരണം ഇത് ഞാൻ കുതിർക്കാനൊന്നും ഇട്ടില്ല. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്കതിൽ വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേമ്പിൻ്റെ കിഴങ്ങ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല. ഇത് പകുതി വേവായതിന് ശേഷം മാത്രമേ ചേമ്പിൻ്റെ കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമാതിരി പായസം പോലെ ആയിപ്പോവും. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിൻ്റെ അടപ്പിട്ടിട്ട് നമ്മൾക്കൊന്ന് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ മമ്പയർ വെന്ത് വന്നിട്ടുണ്ട്, പകുതി വേവായിട്ടുണ്ട്. ഇത്രയും മതി, വേവിച്ച് ഉടച്ചെടുക്കണ്ട. ഇനി അതിലേക്ക് നമ്മൾക്ക് പിന്നെ കിഴങ്ങ് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരുപാട് ചെറുതാക്കിയിട്ടല്ല മുറിച്ചിന്, കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് മുറിച്ചിന്. ഇനി ഇത് നമ്മൾക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നമുക്ക് അതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി അതിൽ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഒന്ന് വേവണമല്ലോ. അപ്പോൾ അതിന് പാകത്തിനുള്ള വെള്ളം കൂടെ കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമ്മൾക്ക് ഇനി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മമ്പയറും പിന്നെ കിഴങ്ങെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്, ഉടച്ചെടുത്തിട്ടില്ല. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾക്ക് ചേർക്കാവുന്നതാണ്. ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത്, 2 പച്ചമുളക്, പിന്നെ ഒരു 3-4 വെളുത്തുള്ളി അല്ലി. ഇത് നമുക്ക് കറിയാക്കി എടുത്താലും നല്ലൊരു ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ആക്കിയെടുക്കുന്നത് പുഴുക്കിൻ്റെ രൂപത്തിലാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ വെള്ളം വറ്റിച്ചെടുത്തിട്ടില്ല, കുറച്ച് വെള്ളത്തോടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി. അപ്പോൾ വെളുത്തുള്ളിയും തേങ്ങയും പച്ചമുളകും എല്ലാം ചതച്ചത് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഒരു മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത ശേഷം 1 മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വറ്റിച്ചെടുക്കുന്നില്ല. ഇനി അതിലേക്ക് നമുക്ക് ലാസ്റ്റ് കുറച്ച് തീ ഓഫാക്കി കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ കൂടെ അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കടുക് വറുത്തിടേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. കണ്ടില്ലേ, ഒരുപാടൊന്നും ഉടച്ചെടുത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ മമ്പയറും ചേമ്പിൻ്റെ കിഴങ്ങും കൊണ്ടുള്ള കറിയെന്നോ പുഴുക്കെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇതെങ്ങനെ വെച്ചാലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പിന്നെ ഇത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരെല്ലാം വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറന്നു പോകരുത്. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്തിട്ട് ഒന്ന് അഭിപ്രായം കൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.